കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ എന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ എന്നെ ഓർത്തിയിടുന്നു. ഒരു ഉപദേശി അദ്ദേഹത്തിൻ്റെ വായിന്ന് പുറപ്പെട്ട ഒരു വാക്ക് നിമിത്തം ഒരു രാജ്യത്ത് മഴയില്ല. എല്ലാം ഉണങ്ങിക്കരിഞ്ഞു. സകല സാധനം ഉണങ്ങിക്കരിഞ്ഞു. ഒരു കുടിക്കാനോ ശകലം വെള്ളമില്ല. സ്തോത്രം. എന്ന് മാത്രമല്ല, സകല വരമ്പുകളും കണ്ടങ്ങളും വയലുകളെല്ലാം വറ്റി വരണ്ടു. ചാപ്പിടാൻ ഒരു സാധനം ഇല്ല. എന്താ അല്ലേ? ഒരു പഞ്ചായത്തിൽ വെള്ളമില്ല എന്നല്ല പറഞ്ഞത്, ഒരു രാജ്യത്ത് വെള്ളമില്ല. ആലോചിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളുണ്ട്. എല്ലാ രാജ്യരക്ഷാ മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും പച്ച വെള്ളമില്ല. അന്വേഷണം പ്രഖ്യാപിച്ചു കാണുമായിരിക്കും അല്ലേ? അന്വേഷണം പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടാകാം. പക്ഷെ ഇതിനിപ്പോൾ അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഉപദേശി അദ്ദേഹത്തിൻ്റെ വാ തുറന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിമിത്തം തുള്ളി വെള്ളമില്ല. പ്രിയരെ, ആ രാജ്യത്ത് വനം വകുപ്പുണ്ട് ഇല്ലേ? ആ രാജ്യത്ത് എല്ലാ സംവിധാനവും ഉണ്ട്. എല്ലാ ടെക്നിക്കൽ, അന്നത്തെ കാലത്തെ എല്ലാ ടെക്നിക്കൽ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റ കാട്ടിൽ മൃഗങ്ങളില്ല. എല്ലാം വെള്ളമില്ലാതെ ഒരു 6 മാസം ജീവിച്ചിരിക്കാൻ പറ്റുമോ വെള്ളമില്ലാതെ? ഭീകരത നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഉപദേശി ഒരു കൊണ്ടൊരു വാക്ക് പറഞ്ഞതാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യേല മക്കളെ എന്ന് പറഞ്ഞത്. കാരണം അന്നത്തെ കാലത്തെ വിശ്വാസം അനുസരിച്ച് മഴ പെയ്യ്ക്കുന്ന ദൈവങ്ങളുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. എന്നാന്ന് കാണട്ടെ. ഉപദേശി ഇത് പറഞ്ഞിട്ട് ഇതെവിടെയാ പോയത്? ഒരു മൂലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പോവല്ലായിരുന്നു. നേരെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല അതിനി മഴ ഉണ്ടായില്ല, മഞ്ഞും ഉണ്ടായില്ല, വെള്ളം കൂടി നടക്കുകയില്ല. എന്തിനു പറയാൻ? ക്ഷാമം കൊടുമ്പിരി കൊണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുക. എവിടെയും വെള്ളമില്ല. വെള്ളമാണല്ലോ മനുഷ്യൻ്റെ അതിപ്രധാനമായൊരു കാര്യമാണ് വെള്ളം അല്ലേ? വെള്ളം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. പക്ഷെ തുള്ളി വെള്ളമില്ല കുടിക്കാൻ. കൊട്ടാരത്തിലും വെള്ളമില്ല, കോട്ടയ്ക്കകത്തും വെള്ളമില്ല, നാട്ടിലും വെള്ളമില്ല. മൃഗങ്ങൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കട കാലിയാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കാട് കാലിയായ ഒരു വർഷം. എന്താ അല്ലേ? കൊടുമ്പരി കൊണ്ടു. തുള്ളി വെള്ളമില്ല. ഈ വെള്ളമില്ലാതെ വരുമ്പോഴാണ് സസ്യജാലങ്ങൾ മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു പോകുന്നത്. വെള്ളമില്ലാതെ വരുമ്പോഴാണ്. ഞാൻ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട്, മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ. ഒരു പച്ചപ്പ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളമില്ല. അവിടെ വെള്ളമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ കഴിയുമ്പം അവിടെ നല്ല പച്ചപ്പുണ്ട്. അതുകൊണ്ട് വെള്ളമുള്ളത് കൊണ്ടാണ്, മഴയുള്ളത് കൊണ്ടാണ്. ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യം.
ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു. ദൈവം ആ ഉപദേശിയോട് പറഞ്ഞു, ദേ നീ വേഗം കൊട്ടാരത്തിലേക്ക് പൊക്കോ, പോയിട്ട് നിന്നെ തന്നെ രാജാവിനെ കൊണ്ട് നിന്റെ മുഖം കാണിക്ക്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, രാജാവിന്റെ മുഖം കാണിക്കണം അല്ലേ, രാജദർശനം. ചെല്ലുമ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്, മഴ പെയ്യാൻ പോവാ. ദൈവം ഏലിയാവിനോട് പറഞ്ഞു വിടുക. ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ 3 വർഷമായിട്ട് പച്ച വെള്ളമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ നാട്ടിലുള്ള എല്ലാ കാടുകളിലുമുള്ള മൃഗങ്ങൾ മൊത്തം ചത്തുപോയെന്നേ. നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ബൈബിളിൽ എഴുതിയേക്കുന്ന കാര്യമായി പറയുന്നത്. എല്ലാം തീർന്നു. കട കാലിയാക്കൽ എന്ന് പറഞ്ഞതുപോലെ കാട് കാലിയായി, നാട് കാലി. ഒരു വൈക്കോലിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വയലുകളൊക്കെ ഉണങ്ങി കരിഞ്ഞ് വിണ്ട് കീറി. എനിക്ക് ഒരു ഉപദേശിയുടെ വാക്കാണെന്ന് ഓർക്കണേ, ഒറ്റ ഉപദേശിയുടെ വാക്ക്, അതാണ് പ്രധാനം. അല്ലാണ്ട് ക്ഷാമം ഉണ്ടായതല്ല, ഒരു ഉപദേശിയുടെ വാക്കിന്റെ വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ടോ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. അത്ര മതി. ഞാൻ അവിടുത്തെ ആ സിറ്റുവേഷൻ ഒന്ന് പറയാൻ വേണ്ടിയാ. കഠിനമായ ക്ഷാമം, കഠിനമായ വരൾച്ച, പൊള്ളി വെള്ളം, കുടിക്കാൻ വെള്ളമില്ലെന്നേ. സ്തോത്രം. 1-2 ദിവസമല്ല, വർഷം 3 ആയി. ഓ ദൈവമേ. ഞാനതുകൊണ്ട് സാധാരണ ഉപദേശിമാരോട് പറഞ്ഞൊരു കാര്യം, ഉപദേശിമാരില്ലെന്ന് കേട്ടെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ വാതോർത്തൊന്നും പറഞ്ഞേക്കല്ലേ. കാരണം ഭയമില്ലാത്തവിടത്ത് മഹാഭയം ഉണ്ടാക്കുന്നവനാ ദൈവം. വാതോർന്നൊന്നും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാണ്. മഴ അവിടെ പിടിച്ചു കെട്ടി, വെള്ളമില്ല, ആർക്കും വെള്ളമില്ല. അതാ രസം, ആർക്കും, ഒരു മനുഷ്യനും വെള്ളമില്ല. എന്താ അല്ലേ? ദൈവം പറയുക, ഞാൻ മഴ പെയ്യിക്കാൻ പോവാന്ന്. എന്നെ കേൾക്കും ദൈവമക്കളെ, നിങ്ങളുടെ വായുടെ, ചിലർ പറയില്ല നിങ്ങളുടെ നാക്ക്, അയാളുടെ നാക്ക് കരിനാക്ക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? കരിനാക്കൊന്നുമല്ല, അയാൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് വാ തുറന്നു വല്ലതും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. സ്തോത്രം. നോക്കിയ കാട്, ദൈവമക്കളെ, കാട് കാലിയായെന്നേ. നാളെ ചോദിക്കേ, എത്ര ഭീകരതയാ. സ്തോത്രം. നിങ്ങളുടെ വാക്കിന് വിലയുണ്ട്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നന്നായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. തെറ്റുകൾ, കുറ്റങ്ങളൊന്നും വരാതെ, കർത്താവേ, നമ്മുടെ വാക്ക്, നമ്മുടെ നാക്ക് സീലായിട്ട് മാറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരധികാരത്തിൻ്റെ സ്വത്രം, അവസാനത്തെ സ്വത്രം സീലായിട്ട് നിങ്ങളുടെ നാവ് മാറണമെങ്കിൽ ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാൽ, ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അങ്ങനെ തന്നെയാണ്. അത് ഒരു മാറ്റമില്ല. സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യും. ഞാനൊരിക്കൽ ഞങ്ങളുടെ അവിടെ പണ്ടിരുന്നൊരു ജോസഫ് പാസ്റ്ററിൻ്റെ അനുഭവ സാക്ഷ്യം, അന്ന് അദ്ദേഹം ജീവനോടിരുന്ന കാലത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ഈ വയനാട്ടിലെ പേരിയയ്ക്കടുത്ത്, അതിൽ അന്നത്തെ കാലത്ത് ബോയ്സ് ടൗൺ വഴി നടന്നു പോവോ അങ്ങനെയൊക്കെ സംവിധാനമായിരുന്നു. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് മാനന്തവാടിയിലേക്ക് പോകുന്ന സമയത്ത് ആ ബോയ്സ് ടൗൺ അവിടെ അങ്ങോട്ട് വെച്ച് അദ്ദേഹം നടന്നു പോവുക.
അന്നത്തെ കാലമല്ലേ, വാഹനത്തിൻ്റെ പരിമിതിയുണ്ട്, അന്നതിരെ നല്ല റോഡുകളില്ല. ആ സമയത്ത് ഒരാന അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് വിട്ടു. അദ്ദേഹം നടന്നു പോവുക. കൈ ബൈബിളുണ്ട്, ഒരു തോൾ സഞ്ചിയുണ്ട്, ഒരു കാലം കോടയുണ്ട്. അത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോവുക. ആന ഇങ്ങനെ ഒരു കുന്നിറങ്ങി അങ്ങ് വരും. ഒരു വളവിലായിരുന്നു, കുന്നിറങ്ങി വരികയാണ്. അദ്ദേഹം നേരെ ആനനെ ശ്രദ്ധിച്ചില്ല, നേരെ ആനയുടെ മുമ്പിലോട്ട് ചെയ്ത് വിട്ടു. രണ്ടുപേരും മുഖാമുഖം നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാനും ആനയും മുഖാമുഖം നോക്കി. ആനയോട് പറഞ്ഞു, നീയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നീ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നു. നിനക്ക് നിന്റെ വഴിക്ക് പോകാം, ഞാൻ എൻ്റെ വഴിക്ക് പോകും. നീ ആദ്യം പൊക്കോ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്നു. ആന കുറച്ചു നേരം അദ്ദേഹത്തെ നോക്കിയിട്ട് അങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങി താഴെ പോയി. അദ്ദേഹത്തിൻ്റെ വഴിക്കും പോയി. അദ്ദേഹം പോയി കുറച്ച് അപ്പുറത്തേക്ക് മാറി ചെന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ നിന്നവിടെ തന്നെ ആന പിന്നെയും കയറി അവിടെ തന്നെ നിൽപ്പുണ്ട്. കാരണം ആനയ്ക്ക് വേറൊരു വഴിക്കാണ് പോകേണ്ടത്. ആന അവിടെ തന്നെ നിൽക്കുക. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ വാ തുറന്ന് വല്ലതും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അമാന്തിച്ച് നിൽക്കണ്ട. പിന്നെ ഞാൻ എൻ്റെ ഒരു അപേക്ഷ പറയുകയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ വലിയ നാട്ടുകാർക്ക് മുഴുവൻ പരിക്കുണ്ടാക്കുന്ന കാര്യം വാ തുറന്ന് പറയാൻ പോകരുത്. കാരണം ജനങ്ങളോട് അല്പമെങ്കിലും കരുണ കാണിക്കണം. ഞാൻ അങ്ങനെ നിങ്ങളോട് അപേക്ഷിക്കുക. സ്തോത്രം. ചിലപ്പോൾ ഒരു ദൈവദാസന്, ദൈവവൈതലിന് അദ്ദേഹത്തിൻ്റെ ശരീരം വേദനിക്കുകയോ ശരീരം മുറിവേൽക്കുകയോ ഒക്കെ ചെയ്താൽ, അദ്ദേഹം വാ തുറന്ന് വല്ലതും പറഞ്ഞു പോയാൽ നാട് മുടിഞ്ഞെന്ന് കൂട്ടിയാൽ മതി. ഞാനൊരു കൺവെൻഷനിൽ പ്രസംഗിക്കാവുന്ന സമയത്ത് തിരുവനന്തപുരം സൈഡിൽ തോന്നുന്നു, അവിടെ ഞാൻ പ്രസംഗിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട് മുടിഞ്ഞു പോകാൻ ഒന്നും ചെയ്യേണ്ട, ഒരു ഉപദേശിക്കിട്ട് 2 കൊടുത്താൽ മതി, നിങ്ങളുടെ നാട് മുടിഞ്ഞ് തേച്ച് കഴിയും. സ്തോത്രം. അത്രയ്ക്ക്. കാരണം ഇവര് ദൈവമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്നവരാ. സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വാക്ക് പറഞ്ഞാൽ അത് ദൈവശബ്ദമായി ദേശത്തിന് അപകടമായി മാറും, അനുഗ്രഹമായിട്ടും മാറും. ഇന്ന് രാവിലെ നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നുള്ളതായിരിക്കട്ടെ. ആമേൻ. പണിയാനും പൊളിക്കാനും ദൈവം നാവിന്മേൽ അധികാരം തന്നിട്ടുണ്ട്. അത് ദൈവനാമം മഹത്വമായി തീരട്ടെ. നിങ്ങളുടെ നാവ്, നിങ്ങളുടെ വാക്കുകൾ അത് അധികാരപൂർവ്വമുള്ളതായി തീരട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവ സ്വർഗീയ പിതാവ്, അവരുടെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് തിരുസലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഈ വാത്സല്യമുള്ള കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യണമേ. കർത്താവെ, ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വാളായി അവരുടെ നാവിനെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ, അല്ല നിങ്ങൾ ആ വീട്ടിലിരുന്ന് മുട്ട നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, അത് ഒരുപാട് പേർക്ക് പ്രശ്നമായി തീരും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കിൽ, നാവിൽ അധികാരമുണ്ട്. അത് പൊളിക്കാൻ കഴിയും, നിർമൂലമാക്കാൻ കഴിയും, അത് പണിയാൻ കഴിയുന്നതാണ്. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. കർത്താവിൻ്റെ ഒരു വക്താവായി, കർത്താവിൻ്റെ ശബ്ദമായി ജനത്തിനിടയിൽ നിൽക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.